ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഫയലിങ് കേരളത്തിൽ പറഞ്ഞാൽ രാവിലെ മഴ ആയിരുന്നു. അത് തന്നെയല്ല സെറ്റ് ഔട്ട് ചെയ്തിട്ടായിരുന്നു കമ്പികളൊക്കെ ആകെ പറിച്ച് മാറ്റിയിട്ട്. അതുകൊണ്ട് ഞാനിന്ന് സെറ്റ് ഔട്ട് കൊടുക്കാനായിട്ട് വന്നതാണ്. അതായത് സെറ്റ് ഔട്ടിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒന്ന് പോകാനായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ വർക്ക് ഇനി 8 കുഴിയോടെ അടിച്ചാൽ മതി, ഫയലിങ്ങിൻ്റെ പരിപാടി തരും. അപ്പോൾ അതിൻ്റെ പരിപാടി ഒക്കെ ആയിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രില്ല് ചെയ്ത് കൊടുക്കുന്നത്. അടിച്ചെടുത്ത് നമ്മൾ കൊടുക്കും. മാക്സിമം ഉറപ്പ് കാണുന്നിടത്തുനിന്ന് തൊട്ട് കല്ല് എന്തെങ്കിലും കാണുന്നിടത്തുനിന്ന് കൊണ്ടാണ് അടിക്കുകയാണ്. അടിച്ച് കയറി വരുമ്പോൾ താഴെ എന്തെങ്കിലും ഫില്ലിങ്ങിൻ്റെ ഇതുണ്ടെങ്കിൽ വിസ്താരത്തിൽ ഫില്ല് ചെയ്ത് അടിച്ച് കയറി മുകളിലേക്ക് കയറി തരണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫില്ലർ കൂടി ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 11 ആക്കി 12 ആക്കി പറഞ്ഞു. അങ്ങനെ മൊത്തം 25 കുഴിയുണ്ട് ഫയൽ ചെയ്യാനായിട്ട്. അതാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും അവധിയാണ്. ഇതാണ് മിഷൻ കണ്ടോ കണ്ടിട്ടുള്ളതോടെ ഇതാണ് കാറ്റൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ജനറേറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പില്ലർ ശരിക്കും വരേണ്ടത് കുട്ടി പില്ലറിൻ്റെ പൊക്കം വരേണ്ടത് നമ്മുടെ ഈ കരിങ്കല്ലുണ്ടോ 5 അടി പൊങ്ങിയ ഈ 5 അടി പൊക്കം വരെ വരണം. പക്ഷെ അവർ പൈൽ ചെയ്യുമ്പോൾ അടിയിലെ ഫൗണ്ടേഷൻ മണ്ണ് എങ്ങനെ കിടക്കണേ അതുവരെയാണ് പൈൽ ചെയ്യുന്നത്. അവിടെ നിന്ന് ബാക്കി നമ്മൾ കുട്ടി ഫില്ലർ വെച്ച് കയറും. അല്ലെങ്കിൽ നമ്മൾ ഈ കരിങ്കല്ലിൻ്റെ ടോപ്പ് വരെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ കരിങ്കല്ലിൻ്റെ ടോപ്പ് വരെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നെങ്കിൽ അവർ കരിങ്കല്ലിൻ്റെ ടോപ്പ് വരെ പൈൽ ചെയ്തിട്ട് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവർ കൈ മണ്ണിക്കണതിൻ്റെ ടോപ്പ് വരെയാണ് ചെയ്യണേ. അതിൽ നിന്ന് നമ്മൾ 2 അടിയോടെ പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം കുട്ടി ഫില്ലർ വെച്ച് കയറാനായിട്ട്. അങ്ങനെ കയറണം എന്താണെന്ന് വെച്ചാൽ ഈ കിളി അടിച്ച് കയറി വന്ന് ഏറ്റവും ടോപ്പിൽ ഒരു 1.5 അടിയോളം കിളിയും ഗ്രൗട്ടോടും കൂടി അടിച്ച് കയറി വന്നതാണ്. അപ്പോൾ അത് പൊട്ടിച്ചളഞ്ഞില്ലെങ്കിൽ നമുക്ക് വിലത്രയും പറ്റും. അപ്പോൾ അത് പൊട്ടിച്ചളഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി മുകളിലേക്ക് കുട്ടി ഫില്ലർ വയ്ക്കാനായിട്ട്. എന്നിട്ട് കുട്ടി ഫില്ലർ വച്ചിട്ട് വേണം നമുക്ക് ഈ ലെവലിൽ പ്ലംബ് ബീം അടിക്കാനായിട്ട്. ഈ ലെവലിൽ നിന്ന് മുകളിലേക്ക് പ്ലംബ് ബീം അടിക്കണം. ഈ ലെവലിൽ നിന്ന് മുകളിലേക്ക് 45 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ പ്ലംബ് ബീം അടിക്കണം. അപ്പോൾ ഫയറിങ് മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. മെഷീൻ വെച്ച് സെറ്റ് ചെയ്തിട്ട് അവർ തന്നെ അതിൻ്റെ മിച്ചത്തിൻ്റെ അപ്പുറം ഒരു ഇതുണ്ട് റൗണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ റൗണ്ടിൽ കോൺക്രീറ്റ് ഇട്ട് കൊടുത്തിട്ട് ആളിലേക്ക് ഫില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെളിയിൽ സാധാരണ ഓവർ ചെളി ഉള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും അവർ ധൃതി ഉള്ളതുകൊണ്ട് ചെളിയിൽ ഇട്ട് ചെയ്ത് പോരുവാണ്. എന്തായാലും നമ്മൾ ബാക്കിൽ ഫൗണ്ടേഷൻ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫൗണ്ടേഷൻ കെട്ടിയായിരുന്നു നമ്മൾ പൊളിച്ചു കളഞ്ഞു. കാരണം വെച്ചാൽ കറക്റ്റ് ആ കെട്ടകടയായിരുന്നു ഫില്ലർ. അത് അളവ് വയ്ക്കാതെ ആണ്ട് കെട്ടിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പൊടിച്ച് മാറ്റേണ്ടത്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഫയറിങ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.